ഹായ് മക്കളെ, നമ്മുടെ SLC ഫിസിക്സ് ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങൾ. ഈ ചാപ്റ്ററിൽ കുറച്ച് കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഈ ഐസ്ക്രീം ബോൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ നിൽക്കുവോ? ഇല്ല. ഇത് ഇവിടെ നിൽക്കുവോ? ഇല്ല. ഇത് ഇങ്ങനെ നിൽക്കുള്ളൂ ഫ്രീ ആക്കിയിട്ട് കഴിഞ്ഞാൽ. ഈ ഒരു പൊസിഷൻ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താണ് ദോലനം, എന്താണ് ഓസിലേഷൻ? ഒന്നുമില്ല, ഞാൻ അതിനെ ചലിപ്പിക്കുകയാണ്. ചലിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകുന്നു, ബാക്കോട്ട് വരുന്നു, മുന്നോട്ട് പോകുന്നു, ബാക്കോട്ട് വരുന്നു. ഈ ഒരു മോഷനെ വിളിക്കുന്ന പേരാണെന്ത്? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ക്ലിയർ ആണല്ലോ? ടു ആൻഡ് ഫ്രോ മോഷൻ എന്നൊക്കെ പറയും, മുന്നോട്ടും ബാക്കോട്ടും ചലിക്കണേന്. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ഓസിലേഷൻ? ഞാൻ ഇവിടുന്ന് എന്താണ് ഒരു ദൂരം നോക്കട്ടോ. ഞാൻ ഇവിടുന്ന് തുടങ്ങാണ് ചലിപ്പിക്കാന്, അവിടെ പോയി തിരിച്ച് ഇവിടേക്ക് എത്തിയല്ലോ, ഇതാണ് ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം. ഇനി ഇവിടുന്നാണെങ്കിലോ അവിടെ പോയി തിരിച്ച് ഇങ്ങോട്ട് എത്തിയല്ലോ, ഇതാണ് ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം. ഇനി ഇവിടുന്ന് ദോലനം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലോ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് എത്തിയാൽ ഒരു ദോലനാവോ? ഇല്ല. അങ്ങോട്ട് തന്നെ പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തണം. ഓക്കെ ആണല്ലോ? മനസ്സിലായി. അപ്പോഴെന്തോളൂ ഒരു ദോലനാവുള്ളൂ. ഓക്കെ സർ, മനസ്സിലായി. അപ്പൊ ആയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ചലിപ്പിക്കുമ്പോഴേ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു ഭാഗത്തേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഒരു ഭാഗത്തേക്കുള്ള ദൂരം ഉണ്ടല്ലോ, സ്ഥാനാന്തരം എന്ന് പറയും, അതാണ് ഡിസ്പ്ലേസ്. അപ്പൊ ഇങ്ങോട്ടും ഇല്ലേ? അങ്ങോട്ടും ഉണ്ട് ഈ ഒരു ദൂരം, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഈ ഒരു സ്ഥാനാന്തരം. ഓക്കെ സർ, മനസ്സിലായി. മാക്സിമം ആട്ടോ, മാക്സിമം ഇവിടെ ഇത്രയല്ല, എത്രത്തോളം പോകുന്നു അത്ര വരെ ആ ദൂരമാണ് ആ സ്ഥാനാന്തരം. അതാണ് ആ സ്ഥാനാന്തരമാണെന്ന് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, എന്താണ് പീരിയഡ്? പീരിയഡ് ഒന്നുമില്ല. ഞാൻ ഇതിനൊരു ഓസിലേറ്റ് ചെയ്യിപ്പിക്കാണ്. നോക്കോളൂ, അവിടെ പോയി ഇവിടെ വരാത്ത സമയം, ഒരു ഓസിലേഷൻ ആവശ്യമായ സമയം, ഒരു ദോലനത്തിന് ആവശ്യമായ സമയം. ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓൺ ആയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ എത്ര സമയം എടുത്തു, അതാണ് പീരിയഡ്. അത്രേ ഉള്ളൂ. അപ്പൊ സർ എന്താണ് ഫ്രീക്വൻസി, എന്താണ് ആവൃത്തി പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്. അത് ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇയാൾക്ക് ഒരു സെക്കൻഡ് സമയം കൊടുക്കാണ്. ഒരു സെക്കൻഡ് സമയത്ത് ഇയാൾ എത്ര വട്ടം ഓസിലേറ്റ് ചെയ്യുന്നോ, ഒന്നാണെങ്കിൽ 1, ഇനി ഒരു സെക്കൻഡിൽ ഇയാൾ വേഗം പോയിട്ട് 2 ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2. അതാണെന്ത്? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയാം.